3 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ അല്ലാണ്ട് ഇത് കുറേ കൂടുതലുണ്ടായ കേൾക്കൂലേ. കാരണം ഇന്ത്യൻ സിറ്റീസിൻ്റെ വായിന്ന് വരുന്നത് എല്ലാം ആകാതുകൊണ്ട് അത്ര വലിയ റീച്ചൊന്നും ഇല്ല. അപ്പോൾ നിയമസഭ ഇപ്പോൾ റൂളിംഗ് പാർട്ടി ഏകദേശം ആളാക്കിയിട്ടുണ്ട്. എല്ലാം കളവന്മാരാണ്. ഇത് ആദ്യത്തെ ഒരു കളവൻ. മഹാത്മാഗാന്ധിനെ കൊണ്ട് തുടങ്ങിയ കളവന്മാരെ കളി ഈടിപ്പോൾ എത്ര കളവന്മാരുണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കോ. എത്ര കളവന്മാർ. എന്നിട്ട് അടുത്തത് നോക്കാൻ കാരണം കുറേ സമയമില്ല. ഇത് വേറൊരു കളവൻ. ഇവൻ വായി പൂട്ടൂല. മറ്റേ സുപ്രധാന കവാടത്തിൽ കൊണ്ട് പോയിട്ട് ബോംബിട്ടെന്നെല്ലാം പറഞ്ഞിട്ട് വായും തുറന്നിട്ട് ഇരിക്കുകയാണ്. ഇത് വേറൊരു കളവൻ. അടുത്ത ഈ കളവന്മാരെല്ലാം കൂടി നിയമം ഉണ്ടാക്കിയിട്ട് വവ്വാലുകൾക്ക് ഇത് കൂട്ടി 10 ലക്ഷത് 20 ലക്ഷമാക്കി. എന്നിട്ട് വവ്വാലുകൾ ആരെപ്പുറം നോക്ക്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷത്തെ ലോകത്തെവിടെയെങ്കിലും കണ്ടു? സാധാരണ അടിയന്തര പ്രമേയം എന്നൊക്കെ പറഞ്ഞാൽ ചാട്ടുളി പോലെ ഭരണപക്ഷത്തിന് നേരെ ഗവൺമെന്റിന് നേരെ വലിയ ആക്രമണമായിട്ട് വരുന്നൊരു കാര്യം. ഇവിടെ അതിന് ധൈര്യമുണ്ടായി, അവതരിപ്പിക്കാത്ത ധൈര്യമുണ്ട്. കളവൻ പറഞ്ഞ ഡയലോഗെല്ലാം കണ്ട. ഏനാന്ന് അടുത്ത കളവനും കളവിയല്ല 2 കളവന്മാർ ഒന്നിച്ചിരിക്കുന്ന നമ്മളെ നാട്ടിലെ. യൂട്യൂബിനൊരു പ്രശ്നമില്ലോണ്ട് തൽക്കാലം കീബോർഡ് കാണും. വയ്യ ബ്രിട്ടീഷും ഇംഗ്ലീഷും എല്ലാം പഠിപ്പിച്ചല്ലേ, മംഗ്ലീഷ് എഴുതുന്നല്ലേ. തൽക്കാലമാണ് നിൽക്കുക. യൂട്യൂബ് ചിലപ്പം ബ്ലോക്ക് ചെയ്ത് കളിയും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതാ വേറെ കളവൻ. ബ്ലോക്ക് ചെയ്ത കളിയും. At a giant football stadium in Texas. Oh no. Today India welcomes us at the world's largest stadium right here in Ahmedabad. No. It is a profound കളവൻ അടുത്ത കളവൻ. beautiful no. new stadium. ഇന്റെ അണ്ണാക്കിലാക്കാന്ന് ബോംബിടേണ്ട ഇറാനി. ഇന്റെ അണ്ണാക്കിലാന്ന് ബോംബിടേണ്ട ഇറാനി. വിലക്കയറ്റം കൊണ്ട് ആള് വിരാന്തായിട്ട് നിൽക്കുന്നത്. വിലക്കയറ്റം കൊണ്ട് ആള് പിരാന്തായിട്ട് നിൽക്കുന്നത്. എന്നേരം കുറെ എണ്ണ കളവന്മാരും കളവികളും നാട് ഭരിച്ചിട്ട് എത്ര ഇന്ത്യക്കാർ കൈമുട്ടിയ. ഇന്ത്യക്കാരല്ലേ കൈമുട്ടുന്ന കളവന കളികളിൽ. ദേഷ്യം പിടിച്ചാ. കൈ കൊടുത്ത്